ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ CPIMന്റെ പ്രതിനിധി കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ഇന്ന് BJP നേതാവ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പ്രതികരിച്ചത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടോ ഒന്നും അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതകളില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി വരുന്നത് അതിന് പിന്നെ കൃത്യമായ ലക്ഷ്യമുണ്ട്. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് എന്ന് BJP കൂടി പറയുകയാണ്. നോക്കൂ, ഇവിടെ ഇപ്പോ BJPയുടെ രാഷ്ട്രീയ ഗൂഢോദ്ദേശത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആങ്കർ തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ട് അത് പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. BJPക്ക് എന്താണ്? BJPക്ക് കൃത്യമായ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമുണ്ട്. ആ ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് BJP സമീപകാലത്ത് അതിന്റെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ മുഖവുമായി ഇവിടെ നിൽക്കുകയാണ്. അടിക്കടി ഉണ്ടായിട്ടുള്ള ആത്മഹത്യകൾ, ഞാൻ അതിന്റെ ചർച്ച അതല്ലാത്തത് കൊണ്ട് ആ സബ്ജക്റ്റിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അടിക്കടി ഉണ്ടായിട്ടുള്ള ആത്മഹത്യകൾ, അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ MS കുമാർ, അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്. മറ്റു പലരും ആത്മഹത്യ ചെയ്തുവെങ്കിൽ ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് BJPയുടെ ഈ പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വിശേഷിപ്പിച്ചത് എന്താണ്? അദ്ദേഹം BJPക്കാരനെ അല്ല, ഇങ്ങനെ ഒരു BJP നേതാവ് ഉള്ളതായി എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയോ മെനിഞ്ഞാന്നോ തലയിൽ മുണ്ടുമിട്ട് ആ സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഈ സംസ്ഥാന പ്രസിഡന്റ് പോയിരുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ ഇവരുടെ പ്രസ്താവനകളിലെ ഗൗരവം എന്ന് നോക്കിക്കാണാൻ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ തയ്യാറാകണം. പക്ഷേ കോൺഗ്രസും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുന്നു. പക്ഷേ ഈ സമയത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം ഇരകൾ CPIMന് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതികരണം. ഒരിക്കലുമല്ല. നമ്മൾ ഇതിനെ സാമാന്യവൽക്കരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഞാൻ ഈ വിഷയത്തിൽ വ്യക്തിപരമായിട്ടുള്ള മോശപ്പെടുത്തലിനോ മറ്റൊന്നും ഞാനിത് വേദിയാക്കുന്നില്ല. കാരണം ഇത് പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തന്നെ കൃത്യമായി ഇത്തരത്തിലുള്ള ഏറ്റവും പെർവേർട്ടഡ് ആയിട്ടുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ആളുകൾ പോലും വിശേഷിപ്പിക്കുന്നത് ഡേർട്ടി പൊളിറ്റിക്സ് എന്നാണ്. ഞാൻ ഇന്നലെ കേട്ടൊരു വാചകമാണ്, ഡേർട്ടി പൊളിറ്റിക്സ് എന്നാണ്. എങ്ങനെയാണ് പൊളിറ്റിക്സ് ഡേർട്ടി ആകുന്നത്? ഡേർട്ടി ആക്കുന്നത് ആരാണ്? അതിനെ സംബന്ധിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. അത്തരം ആളുകൾക്ക് നിയമത്തിന്റെ എല്ലാവിധ പരിരക്ഷകളും, നിയമത്തെ ചൂഴ്ന്നെടുത്ത് അതിനകത്തു നിന്നുള്ള പരിരക്ഷ പ്രദാനം ചെയ്തിട്ട് അവർ തന്നെ പൊളിറ്റിക്സിനെ ഡേർട്ടി എന്ന് വിശേഷിപ്പിക്കുകയാണ്. അത് വളരെ മോശപ്പെട്ട ഒരു തലത്തിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇതിന്റെ മൂല്യച്യുതിയിലേക്ക്, ആരുടെയെങ്കിലും മൂല്യച്യുതിയിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടുള്ള അഭിഭാഷക ഒരു കാര്യം പറഞ്ഞു, സുപ്രീം കോടതി അഭിഭാഷക ഈ കാര്യങ്ങൾ നിയമത്തിന്റെ ഓരോ സെഷൻസും ഡിഫൈൻ ചെയ്ത സന്ദർഭത്തിൽ അത് ഡോക്ടറുടെ നിർബന്ധിത ഗർഭചിത്രമാണോ എന്നുള്ളത് ഡോക്ടറുടെ മൊഴി പരിശോധിക്കണമെന്നാണ്. അതെനിക്ക് തോന്നുന്നു ആ അഭിഭാഷക ഈ കേസിന്റെ നാൾ വഴി സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ഒരു പിശക് പറ്റിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഡോക്ടർ ഇല്ല, ബഹുമാനപ്പെട്ട അഭിഭാഷക അല്ല. അത് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ഞാനും അവർ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് താങ്കൾ പറഞ്ഞതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്ത് നൽകിയ ഗുളിക ഉപയോഗിച്ചു എന്നതല്ലേ? അല്ലേ? അതെ. പക്ഷേ അതിനുശേഷം ബ്ലീഡിംഗ് എന്ന തരത്തിലുള്ള സംഭാഷണം താങ്കൾ കേട്ടില്ലേ? പിന്നീട് ആശുപത്രിയിൽ പോയി, സർക്കാർ ആശുപത്രിയിൽ പോയി. സ്വാഭാവികമായും അവിടെ ഡോക്ടറിന് ചോദിക്കില്ലേ ഇത് എങ്ങനെയാണ് ബ്ലീഡിംഗ് എന്ന്? അപ്പോൾ അബോർട്ടഡ് ആയതിന്റെ കാര്യങ്ങൾ പറയുമല്ലോ. അതായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. അത് ഒരിക്കൽ കൂടി ഞാൻ ബബിലയിലേക്ക് പോകാം. ശരി, ബബില എന്തോ പറയുന്നുണ്ട്, ഞാൻ ഒരു ക്ലാരിറ്റിക്ക്. ബാംഗ്ലൂര് പോയിട്ടുണ്ട്. ബ്ലീഡിങ്ങിന്റെ സമയത്ത് ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടുന്ന് ബ്ലീഡിങ് കൂടി, അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ ഡോക്ടറിന്റെ അടുത്തേക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലേക്ക് പോയതെന്ന് കേട്ടിരുന്നു. അല്ല, അത് വേറെ വിഷയമാണ്, അത് വേറെ സംഭവമാണ്. അതൊരു പരാതിയായി ഇപ്പോഴും വന്നിട്ടില്ല അഡ്വക്കേറ്റ് ബബില. ഓക്കെ. ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കും. എന്താണെന്നറിയാമോ? ഒരു കൂട്ടുകാരൻ, മെഡിക്കൽ സ്റ്റോറുള്ള ഒരു കൂട്ടുകാരനെ കൊണ്ട് ആ മരുന്നെന്നൊക്കെ പറയുന്നത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായി നിർവചിക്കാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ സബ്ജക്ട് എക്സ്പേർട്ട് അല്ല. അപ്പൊ സ്വാഭാവികമായും ഈ മരുന്ന് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് യുവതികൾക്ക്, നമുക്ക് അമ്മയുണ്ട്, സഹോദരിയുണ്ട്, സഹധർമ്മിണിയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാളിനെ വീഡിയോ കോൾ വഴി
ഭീഷണിപ്പെടുത്തി അതിലെ അകത്തെ വാചകങ്ങൾ നിന്നെ പോലെ ഒരാളെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണ്ടി വരുമെന്നാണ്. എത്രമാത്രം പരസ്യമായിട്ടാണ് വെള്ളം പൂശുന്നത്. നമുക്ക് ആ ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയാതെ പോകുന്നത് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന അതിദുർഘടമായിട്ടുള്ള ഒരു പൊതു സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എനിക്ക് സത്യത്തിൽ ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ കേട്ടപ്പോ അപമാനം തോന്നുകയായിരുന്നു. ഞാൻ തുറന്ന് ഞാൻ ആങ്കറോട് പറയുകയാണ്, ഈ ചർച്ച ഞാൻ പങ്കാളിയാകണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചതാണ്. കാരണം അതിനകത്തൊരു കാര്യമുണ്ട്. ഇതിപ്പം പ്രണയവും സ്നേഹവും ലൈംഗികതയും ഒക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സർവ്വസാധാരണമാണ്, പാർട്ട് ഓഫ് ലൈഫാണ് എന്ന് തന്നെയാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അധികാര കസേരയിലിരിക്കുമ്പോൾ നമ്മളെ സമീപിക്കുന്ന മുഴുവൻ ആളുകളും ഇതിനു വേണ്ടിയിട്ടുള്ളവരാണ്, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണ് എന്ന ചിന്ത എത്രമാത്രം ദുഷ്ടത നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ സഹജീവികൾക്ക് കഴിയാതെ പോകുന്നത് അവരകപ്പെട്ടിരിക്കുന്ന ദൂഷിത വലയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആണുങ്ങളെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ചില കാര്യങ്ങളോട് പറഞ്ഞു. എല്ലാ പുരുഷന്മാരുടെയും രീതി ഒന്നാണെന്നുള്ളത് അങ്ങേക്ക് തെറ്റുപറ്റിപ്പോയി. അങ്ങനെയല്ല. പരിചയപ്പെടുന്ന എല്ലാ സ്ത്രീകളും അവരുടെ ശരീരം ആണുങ്ങൾക്ക് കാഴ്ചവെക്കാനും അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ പരിചയപ്പെടുന്ന എല്ലാവരുടെയും ശരീരത്തെ കവർന്നെടുക്കാൻ കാമക്കണ്ണുകളുമായി ആണുങ്ങൾ നിൽക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു പൊതുബോധം താങ്കൾ സൃഷ്ടിക്കരുത്. താങ്കൾ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടായ്മയിലുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിക്കോളൂ. എല്ലാവരും അങ്ങനെയല്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്താ സുരേഷ് സാർ അങ്ങനെ പറയുന്നത്? സുരേഷ് സാറെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ താങ്കൾ പറഞ്ഞു. ഇല്ല, പുരുഷന്മാരെ വലയിൽ വീശുവാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾ നടക്കുന്നത്. ഇപ്പോ താങ്കൾ സ്ത്രീകളുടെ ശരീരത്തോട് ഒരു ആഭിമുഖ്യം തോന്നുന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ് മലയാളത്തിൽ? അല്ല, ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പുരുഷന്മാർക്ക് ഞാൻ പറയട്ടെ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഓപ്പോസിറ്റ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ സുരേഷ് സാർ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓപ്പോസിറ്റ് ഇപ്പോ പുരുഷനായാലും സ്ത്രീ ആയാലും ഓപ്പോസിറ്റുള്ള പെണ്ണിനോടായാലും ആണിനോടായാലും സ്വാഭാവികമായിട്ട് തോന്നും. അത് തോന്നില്ല എന്ന് പറയുന്നത് സാർ എന്താ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. കാരണം തോന്നണം സാറേ, സ്വാഭാവികമായിട്ട് തോന്നണം. അത് മനുഷ്യനായാലും എന്തേ നിങ്ങൾ തെറ്റുപറ്റിപ്പോയി മിസ്റ്റർ. അങ്ങനെ എല്ലാവരോടും തോന്നൂല. പരിചയപ്പെടുന്ന അമ്മയോട് സ്നേഹമുള്ള, സഹോദരിയോട് സ്നേഹമുള്ള അങ്ങനെയുള്ള ആള് നമ്മൾ പരിചയപ്പെടുന്നതിൽ 99% ആളുകളും നമ്മുടെ കൂടപ്പറപ്പുകളായോ അമ്മയ്ക്ക് തുല്യമായോ ഒക്കെ കരുതുന്ന ആളുകളുടെ ഉണ്ട്. ഈ തോന്നാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ള സാറേ, എല്ലാവരോടും തോന്നുമെന്നല്ല പറഞ്ഞത്. എല്ലാവരോടും അല്ല. ഈ യുവതി അങ്ങോട്ട് ബന്ധപ്പെട്ടു. ഈ യുവതി അങ്ങോട്ട് ബന്ധപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് തോന്നിയതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാണുന്ന എല്ലാ വനിതകളും, ആ വനിതകൾ എല്ലാവരും ആ പുരുഷന്റെ അധമമായ വികാരം ശമിപ്പിക്കാനുള്ള ഉപാധിയല്ല. ഞാൻ പറഞ്ഞതിൽ വളരെ കൃത്യതയാണ്. കാണുന്ന എല്ലാ സ്ത്രീകളും പുരുഷന്റെ അധമമായ വികാരം ശമിപ്പിക്കാനുള്ള ഉപാധിയല്ല. നേരെ ഓപ്പോസിറ്റും അങ്ങനല്ല എന്ന് പറഞ്ഞാൽ കാണുന്ന എല്ലാ പുരുഷന്മാരും അല്ല. അങ്ങനെ ഒരു ടോപ്പിക്കിലോ അങ്ങനെ ഒരു ടോപ്പിക് നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഈ കേസിനെ സംബന്ധിച്ചുള്ള നാൾവഴിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ പ്രണയമുണ്ട്, കലഹമുണ്ട്, ലൈംഗികതയുണ്ട്.